എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മിത്ര ആസ്ട്രോ അക്കാദമിയിലാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ചന്ദ്രൻ എന്ന ഗ്രഹത്തെ കുറിച്ചാണ്. എന്താണ് ചന്ദ്രൻ? നമ്മുടെ തിയറി പ്രകാരം ചന്ദ്രൻ എങ്ങനെ ഡീകോഡ് ചെയ്യാം എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗ്രഹനിലയിൽ ചന്ദ്രൻ എടുക്കുമ്പോൾ ഇവിടെ ചന്ദ്രൻ നിൽക്കുന്നത് എവിടെയാ? ഇവിടെയാണ് അതല്ലേ, തുലാം രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പം ചന്ദ്രൻ നമ്മൾ ഡീകോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഭൂമിയിൽ ഒരു കുട്ടി ജനിക്കണമെങ്കിൽ 3 തത്വങ്ങൾ വേണം അല്ലേ? ആ 3 തത്വങ്ങളിൽ ഒന്നാണ് ചന്ദ്രൻ, അതുപോലെ ഒന്നാണ് സൂര്യൻ, അതുപോലെ ഒന്നാണ് ലഗ്നതത്വം, ചന്ദ്രൻ്റെ തത്വം, സൂര്യൻ്റെ തത്വം. ഈ 3 തത്വങ്ങളുമായി കണക്റ്റ് ആയിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് പിറവിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ചന്ദ്രനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ്, അതുപോലെ നമ്മുടെ അമ്മയുടെ DNA, അമ്മയുടെ തറവാടുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്ഷൻ, അതൊക്കെ ആ ഒരു DNA പാറ്റേൺ ഈ ചന്ദ്രൻ നിൽക്കുന്ന കളിയുമായിട്ട് നമുക്ക് വരും. ഈ ചന്ദ്രൻ അമ്മേനെ ഡിനോട്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ മനസ്സ് വരുന്നത് ചന്ദ്രനാണ്. ഇപ്പം ഇവിടെ ഇവിടെ ലഗ്നം വരുന്നത് മീനത്തിലാണ്. മീനത്തിന്റെ 8ാമത്തെ കള്ളിയിലാണ് ചന്ദ്രൻ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ വ്യക്തിക്ക് ഈ ചന്ദ്രൻ കുറച്ച് പ്രശ്നമാണ്. 8ൽ ചന്ദ്രൻ വരുന്നതുകൊണ്ട് മൈൻഡ് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവുന്ന ആളായിരിക്കും. ഓക്കെ, അപ്പം മൈൻഡിനെ ആളെ എപ്പോഴും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ മൈൻഡ് ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൈൻഡ് ഹാപ്പി ആവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? യോഗ, മെഡിറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്യുന്ന പല പ്രവൃത്തികളും ഇദ്ദേഹത്തിന് ഹാപ്പിനെസ് കിട്ടുന്ന അങ്ങനത്തെ കാര്യങ്ങളിൽ ഇദ്ദേഹം സ്ഥിരമായിട്ട് ഇൻവോൾവ് ആവുന്നത് ബെറ്ററാണ്. പിന്നെ ഇത് 8ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നുണ്ട്. ആ ചന്ദ്രൻ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്താണ്? ഭക്ഷണം ദാനം ചെയ്യുക. അർഹതപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് ദാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ചന്ദ്രനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ 8ൽ ചന്ദ്രൻ വന്നുകൊണ്ട് ഈ ചന്ദ്രനെ നമ്മളൊന്ന് ബാലൻസ് ചെയ്യാനുണ്ട്. പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്യണം? ഇദ്ദേഹത്തിന് ഭക്ഷണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം ബാലൻസ് ചെയ്യണം. ഒരുപാട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും, ഭക്ഷണം ഒട്ടും അതായത് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം ഒട്ടും കഴിക്കാതിരിക്കുന്നതും ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. കാരണം 8ലല്ലേ അസുഖങ്ങൾ, വലിയ വലിയ അസുഖങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ മൈൻഡ് കുറച്ച് ഓവറായിട്ട് ചിന്തിക്കുക, ഡിപ്രഷൻ മൈൻഡിലേക്ക് പോകാനുള്ള സാധ്യതയുള്ള വ്യക്തിയാണ്. ഡിപ്രഷൻ മൈൻഡിലേക്ക് പോകുമെന്നല്ല, പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡിപ്രഷൻ മൈൻഡിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് അദ്ദേഹത്തിന്. ഓക്കെ, അപ്പോൾ 8ാം ഭാവത്തിലായതുകൊണ്ട് ഫുഡ് ഇദ്ദേഹം നന്നായി ശ്രദ്ധിക്കണം. ഫുഡ് കുറച്ച് പ്രശ്നമാണ്. ഫുഡിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ തീർപ്പരം ചന്ദ്രനെ നമ്മളിങ്ങനെയാണ് ഡീകോഡ് ചെയ്തെടുക്കുന്നത്. ചന്ദ്രൻ, അതായത് നമ്മൾ ജനിക്കാൻ 3 തത്വങ്ങൾ വേണം. അതിലൊരു തത്വമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം ഈ ചന്ദ്രനെ ഇങ്ങനെയാണ് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, ചന്ദ്രനെ കുറിച്ചുള്ളതാണ്. ഓക്കെ.